പിന്നെ തീർച്ചയായിട്ടും വളരെ ദുഃഖകരമായ സംഭവമാണ്. ഒരു കുടുംബത്തിൽ നിന്ന് 4 വ്യക്തികൾ ഒരുമിച്ചൊരു അപകടത്തിൽ മരിക്കുക എന്ന് പറയുമ്പോൾ ഇത് പ്രാഥമികമായി കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ആ റൂട്ടിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ശബരിമല സീസണാണ്. ആയിരക്കണക്കിന് വണ്ടികളാണ് അതുവഴി കടന്നു പോകുന്നത്. അപ്പോൾ വളരെ അവരവർ സൂക്ഷിക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് ഉറക്കം വന്നാൽ ഉറങ്ങുക എന്നുള്ളൊരു ഡ്രൈവിംഗ് സംസ്കാരം നമുക്കുണ്ടാകണം. പക്ഷേ ആ വീടിനോട് അടുത്തെത്തിയിട്ടാണ് ഈ അപകട സമയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഉറക്കം വന്ന് കാണും. അപ്പോൾ അദ്ദേഹം വീട്ടിൽ ഇനി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, 7 കിലോമീറ്ററേ ഉള്ളൂ, വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം എന്ന് കരുതി കാണും. അതായിരിക്കും അപകടത്തിൻ്റെ കാരണം. പക്ഷേ ഇത് ഉറങ്ങിപ്പോയതാണെന്നാണ് പ്രാഥമികമായി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ പോലീസിൻ്റെയും വിലയിരുത്തൽ. വളരെ ദുഃഖകരമായി പോയി. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളെല്ലാവരും ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അപകടങ്ങൾ, ഇപ്പം പാലക്കാട് നടന്ന അപകടം കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അത് അപകടകരമായ ഒരു പ്രശ്നമായിരുന്നു. അതല്ലാതെ മറ്റ് സംഭവിക്കുന്ന അപകടങ്ങളിൽ പലതും നമ്മുടെ അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരളത്തിലെ അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇക്കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുത്തിക്കൊണ്ട് പോലീസിനെ കൂടി ഉൾപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു വലിയ ഡ്രൈവ് നടത്താൻ നമ്മൾ ശ്രമിക്കും. ഡ്രൈവ് നടത്തുമ്പോൾ നമുക്ക് ഈ കുറ്റകൃത്യങ്ങൾ പിടിക്കാമെന്നുള്ളതല്ലാതെ അവനവൻ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഉറക്കം വരുമ്പോൾ ഉറങ്ങണം, നന്നായി ഉറങ്ങിയ ശേഷം വണ്ടി തന്നെ. ഞങ്ങൾ ഈ ജീവനക്കാർക്ക് കിടക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത റൂമുകളാണ് ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടാക്കുന്നു, പാലക്കാട് നില ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർമാരും മറ്റ് വിദഗ്ധ നന്നായി ഉറങ്ങണം, ഉറങ്ങിയതിന് ശേഷം മാത്രമേ വണ്ടി എടുക്കാവൂ എന്നുള്ള അപകടം കുറയ്ക്കുന്നതിനുള്ളൊരു മാർഗ്ഗമാണ്. പ്രത്യേകിച്ച് രാത്രി ഒരു 3 മണി മുതൽ സമയമാണ്. ആ സമയത്ത് സമയം വളരെ ശ്രദ്ധ. പിന്നെ റോഡ് എന്നാണ് അത് പരിഹരിക്കേണ്ടതുണ്ട്. ഈ പുന്നൂർ മൂവാറ്റുപുഴ റോഡ് വളരെ വർഷങ്ങൾ തകർന്നു കിടന്ന റോഡാണ്. അവിടുത്തെ MLA ജിനീഷ് കുമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, വളരെ വർഷങ്ങളായി തകർന്നു കിടന്ന റോഡാണ്. കഴിഞ്ഞ ഒരു 1.5 വർഷത്തിനുള്ളിലാണ് ആ റോഡ് മനോഹരമായി അതിൽ ശ്രദ്ധയോടെ ഓടിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടാലും ഞാൻ പറയാം, നിങ്ങളും ശ്രദ്ധിച്ചു നോക്കുക. ഈ 2 വരി ആ റോഡിൽ നടുവിലൊരു ലൈൻ ഇട്ടിട്ടുണ്ട്. പലരും വണ്ടി ഓടിക്കുന്ന ആ ലൈനിൽ കൂടെയാണ്. ആ ലൈൻ ഇട്ടിരിക്കുന്നത് ലൈനിൻ്റെ ഇരുവശവും അകന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, അല്ല ലൈനിൽ കൂടെ ഓടിക്കാനല്ല. ഞാൻ ശ്രദ്ധയിൽ ലൈനിലൂടെ അല്ല, മാറി ഓടണം. ലൈനിൽ നിന്ന് 1 മീറ്റർ പോയിക്കുന്ന എല്ലാവരും ലൈനിലൂടെ വെച്ച് പിടിപ്പിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിൽ വരുന്ന വണ്ടികളും അശ്രദ്ധമായി ഈ ലൈനിൻ്റെ റൈറ്റ് കയറി വരികയാണ്. വളവൊക്കെ തിരിയുമ്പോൾ റൈനിൻ്റെ വലതുവശം കയറി വരികയാണ്, റോങ് സൈഡിലേക്ക് കയറുകയാണ്. വളവ് തിരിയുമ്പോൾ ഈ ലൈനിനെ അവർ ശ്രദ്ധിക്കുന്നില്ല. വളവ് വരുമ്പോൾ അവർ അത് ചാനലിൽ പ്രത്യേകിച്ച് അത് വീഡിയോയിൽ എടുക്കണം. മറ്റ് കാർ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. പലരും റോങ് സൈഡിലാണ് വരുന്നത്. അപകടമായി നമ്മൾ പെട്ടെന്ന് ഒഴിഞ്ഞു പോവുകയോ പെട്ടെന്നൊരു റിയാക്ട് ചെയ്യുകയോ ചെയ്യുന്നില്ലെങ്കിൽ അപകടം ഉറപ്പാണ്. വളരെ എല്ലാവരും മിക്കവാറും ഭൂരിപക്ഷം വണ്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാമറ വണ്ടിയിൽ വെച്ചിട്ട് നിങ്ങളൊന്ന് ഷൂട്ട് ചെയ്ത് നോക്കുക. ഓപ്പോസിറ്റ് വരുന്നവർ MC റോഡിലായാലും ശരി, പുല്ലൂർ മൂവാറ്റുപുഴ റോഡിലാണ് വരും, അല്ലെങ്കിൽ കയറി വരും. അത്ഭുതകരമായിട്ട് പലപ്പോഴും നമ്മൾ രക്ഷപ്പെടുകയാണ്. അല്ല, അവർക്കും പങ്കുണ്ട്. അവർക്കും കർശനമായ ട്രെയിനിങ് കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് സ്വിഫ്റ്റ് ബസ് ഓടിക്കുന്ന ഡ്രൈവർമാർ വളരെ അശ്രദ്ധമായി വണ്ടി ഓടിക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്ക് പരിശീലനം നൽകും. പരിശീലനത്തിന് വഴങ്ങാത്തവരെ നമ്മൾ ഒഴിവാക്കും ഇത് സ്വിഫ്റ്റ് സർവീസിൽ നിന്ന്. സ്വിഫ്റ്റ് സർവീസ് ബസ്സുകളേക്കാൾ ഞങ്ങൾ താരതമ്യം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ KSRTC ഭൂരിപക്ഷവും സ്വിഫ്റ്റ് ബസ്സുകൾ ഓടിക്കുന്നവരാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സ്വിഫ്റ്റ് ബസ്സിലെ ഡ്രൈവർമാർക്ക് ഇന്നലെ തൃശ്ശൂർ വെച്ചും കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവർ ട്രെയിനിങ്ങിന് പോവുകയും കൃത്യമായി നിയമം പാലിച്ച് വണ്ടി ഓടിക്കുകയും ചെയ്തില്ലെങ്കിൽ അവരെ ഒഴിവാക്കും.